ചാലക്കുടിയാണ്. അത് പഴയ മുകുന്ദപുരം കയ്പമംഗലം കൂട്ടിച്ചേർത്ത ചാലക്കുടി എന്ന വേഷമാറ്റം. അതൊരു കോൺഗ്രസ് വേരുമണ്ഡലം എന്ന് പറയാമെങ്കിലും അട്ടിമറികൾ കൊണ്ട് ഞെട്ടിച്ച മണ്ഡലം കൂടിയാണ്. ധനപാലനും പി സി ചാക്കോയും മണ്ഡലം വെച്ചു മാറിയ ആ രാഷ്ട്രീയ കാലത്ത് ചാക്കോയെ ഇക്ഷ വരപ്പിച്ച് വീഴ്ത്തിയ ചാലക്കുടി. രണ്ടാം ഘട്ടം ഇന്നസെന്റിന് ഈസി വാക്ക് ഓവർ എന്ന പെർസെപ്ഷൻ ചാലക്കുടി പുഴയിലൊഴുക്കി ബെന്നി ബഹനാൻ അതിവമ്പൻ ഭൂരിപക്ഷത്തിൽ തിരിച്ചുപിടിച്ച മണ്ഡലം. ഇക്കുറി ആ ബെന്നിയെ വീഴ്ത്താൻ സാധാരണക്കാരൻ ഇമേജിൽ സൈക്കിൾ ചവിട്ടി വരുന്ന സി രവീന്ദ്രനാഥിന് കഴിയുമോ എന്നതാണ് പൊളിറ്റിക്കൽ സസ്പെൻസ്. ചാലക്കുടിയുടെ ചങ്കിൽ എന്താണ്? 2020 കളിക്കുമോ? ചാലക്കുടിയിൽ ചാമ്പ്യൻ ആര്? 24 ഇലക്ഷൻ അഭിപ്രായ സർവേ. ഓക്കെ, ഇതാ വരുന്നു 10 ചോദ്യങ്ങൾ, 10 സൂചനകൾ, 10 ഇൻഡെക്സുകൾ. നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകം എന്ത് എന്ന ആദ്യ ചോദ്യത്തോട് വിലക്കയറ്റമെന്ന് പറയുന്നു 12% ആളുകൾ. അത് രാഷ്ട്രീയം നോക്കിയാണ് ഞങ്ങളുടെ വോട്ടെന്ന് പറയുന്നു 13.7% ആളുകൾ. സ്ഥാനാർത്ഥിയുടെ മികവ് നോക്കിയാണ് ഞങ്ങളുടെ വോട്ട് കേട്ടോ എന്ന് പറയുന്നു 24.9% ആളുകൾ. തൊഴിലില്ലായ്മ പ്രശ്നമാണ് എന്ന് പറയുന്നു 3.4% ആളുകൾ. വികസനം വന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ നോക്കും ഉറപ്പായും എന്ന് പറയുന്നു 25.9% ആളുകൾ. അഴിമതിയും വിവാദങ്ങളിലും ഞങ്ങളുടെ മനസ്സിലേക്ക് പോളിംഗ് ബൂത്തിൽ നിൽക്കുമ്പോൾ എത്തുമെന്ന് പറയുന്നു 2.2% ആളുകൾ. സിറ്റിംഗ് എം പിയുടെ പ്രവർത്തനത്തെ വിലയിരുത്തിയാണ് ഞങ്ങളുടെ വോട്ട് എന്ന് പറയുന്നു 15.5% ആളുകൾ. മറ്റു വിഷയം എന്ന് പറയുന്നു 2.4. നേരത്തെ നമ്മൾ മൂട്രാക്കർ സർവേ നടത്തിയപ്പോൾ ബെന്നി ബഹനാനും അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ അങ്ങനെ വലിയ മെച്ചമുണ്ടായിരുന്നില്ല. അപ്പോൾ സിറ്റിംഗ് എം പിയുടെ പ്രവർത്തനം 15.5% മാത്രമേ നോക്കുന്നു ആൾക്കാർ എന്ന് പറയുന്നത് എന്തിന്റെ സൂചനയാണെന്ന് നമുക്ക് എന്തായാലും 11ാം ചോദ്യത്തിൽ അറിയാം എന്നാണ് പ്രതീക്ഷ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി ആര് എന്ന ചോദ്യത്തിന് അത് കേന്ദ്ര സർക്കാർ തന്നെയാണ്, ഒരു തർക്കവും ഇല്ല എന്ന് പറയുന്നു 37.9% ആളുകൾ. സംസ്ഥാന സർക്കാരാണെന്ന് പറയുന്നു 32.5% ആളുകൾ. ഇരുവരും ചേർന്നാണെന്ന് പറയുന്നു 29.6% ആളുകൾ. അതാ നമ്മൾ കാണുന്ന ട്രെൻഡിൽ കുറി മാറ്റമില്ല. അത് ആറ്റിങ്ങലും പത്തനംതിട്ടയും ഒഴികെ സാമ്പത്തിക പ്രതിസന്ധിയുടെ റിയൽ കാരണക്കാർ കേന്ദ്രം തന്നെയാണെന്ന് കരുതുന്ന വോട്ടർമാർ കൂടി വരുന്നു. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിലയിരുത്തുമോ? ഇല്ല എന്ന് പറയുന്നു 28.5. അല്ല, വിലയിരുത്തും, ഞങ്ങൾ ഇതൊക്കെ നോക്കിയിട്ടേ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വന്ന ആരോപണങ്ങൾ ഒക്കെ ഞങ്ങൾ നോക്കും എന്ന് പറയുന്നു 71.5% ആളുകൾ. അത് ആന്റി ഇൻകുംബൻസി ആണോ പ്രോ ഇൻകുംബൻസി ആണോ പിടിയില്ല. ഫോർത്ത് ചോദ്യം. പൗരത്വ നിയമ ഭേദഗതി നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുമോ എന്ന ചോദ്യത്തിന് സ്വാധീനിക്കുമെന്ന് പറയുന്നവർ 40.3 ആണെങ്കിൽ സ്വാധീനിക്കില്ല എന്ന് പറയുന്നവർ 59.7% ആളുകളാണ്. ചാലക്കുടി നേരത്തെ പറയുന്നത് പോലെ ചാലക്കുടിയും ഒരു ഡെമോഗ്രഫിയുടെ കണക്കൊക്കെ നോക്കിയാൽ സ്വാധീനിക്കുമെന്ന് പറയുന്നവർ എണ്ണം 40.3 വരേണ്ടതില്ല. അപ്പോൾ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും പൗരത്വ ഭേദഗതി ഏതെങ്കിലും ഒരു മതത്തിന്റെ ഇഷ്യൂ അല്ല, അതൊരു പബ്ലിക് കോസ് ആണെന്ന് കരുതുന്നവർ എണ്ണം കൂടി വരുന്നു എന്നത് കാണാം. ബാക്കി ചോദ്യങ്ങളിലേക്കാണ്, ഏറ്റവും നിർണായകമായ ചോദ്യത്തിലേക്കാണ്. രണ്ടാം മണ്ഡലം ഇന്ന് നമ്മൾ നോക്കുന്നത് ഏതാണ്? ചാലക്കുടിയാണ്. ചാലക്കുടിയിലെ 5ാം ക്വസ്റ്റ്യൻ. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിന് വളരെ മികച്ചെന്ന് പറയുന്നവർ 4.5% ആളുകൾ, മികച്ചെന്ന് പറയുന്ന 9.6% ആളുകൾ, ശരാശരി ആവറേജ് എന്ന് പറയുന്നവർ 35.5% ആളുകൾ പറയുകയാണ്. ഓക്കെയാണ്, ഇത് ആവറേജാണ്, ഇത് ശരാശരിയാണ് എന്ന് പറയുന്നവർ. അപ്പോൾ മോശമെന്ന് പറയുന്നു 22.8, വളരെ മോശം എന്ന് പറയുന്നു 27.6. മോദി സർക്കാരിൻ്റെ റേറ്റിംഗ് ആവറേജ് എന്ന് പറയുന്ന ഒട്ടുമിക്ക എല്ലാ മണ്ഡലങ്ങളും ഏതാണ്ട് ഇതേ സംഖ്യയിൽ തുടരുന്നതും ഒരു സൂചനയാണ് കേട്ടോ. ഓക്കെ, 6ാം ചോദ്യം. പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ടെന്ന ചോദ്യത്തിന് വേട്ടയാടുന്നുണ്ട് എന്ന് പറയുന്നു 48.7% ആളുകൾ. വേട്ടയാടുന്നില്ല എന്ന് പറയുന്നു 23.1% ആളുകൾ. ഞങ്ങൾക്കറിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്നവർ 28.2. ഇവിടെയും ഉണ്ട് എന്ന് പറയുന്ന ആ റേറ്റിംഗിന് ആ ഫിഗറിന് വലിയ മുൻതൂക്കമുണ്ട്. അതപ്പോൾ കേരളം വിശ്വസിക്കുന്നുണ്ട്, ഈ പറയുന്നതൊക്കെ പ്രതിപക്ഷം പറയുന്നത് സത്യമാണ് എന്ന് കേരളം വിശ്വസിക്കുന്നുണ്ടോ എന്ന സൂചനയാണ് കേട്ടോ. എല്ലാ മണ്ഡലങ്ങളിലും വരുന്ന ഈ പറയുന്ന ഒരു എബോവ് 40% രാഷ്ട്രീയ വേട്ടയ്ക്ക് ഉണ്ട് എന്ന് കരുതുന്ന വോട്ടർമാരുടെ എണ്ണം. കേരളത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവാരെന്ന 7ാം ചോദ്യത്തിന് പിണറായി വിജയൻ എന്ന് പറയുന്നു 44.9, വി ഡി സതീശൻ എന്ന് പറയുന്നു 28.4, രമേശ് ചെന്നിത്തല എന്ന് പറയുന്നവർ 15.8, കെ സുരേന്ദ്രൻ എന്ന് പറയുന്നവർ 7.4%, 2.3% വി മുരളീധരൻ സെക്കൻഡ് ലാസ്റ്റ്, 1.2% എം വി ഗോവിന്ദൻ ഏറ്റവും ലാസ്റ്റ്. ചാലക്കുടി പോലൊരു മണ്ഡലത്തിൽ, ചാലക്കുടി പോലെ UDFന്റെ കോട്ട എന്നൊക്കെ കരുതപ്പെടുന്ന മണ്ഡലത്തിലും പിണറായി വിജയൻ അല്ലാതൊരു ഓപ്ഷൻ ദ പോപ്പുലർ പൊളിറ്റിക്കൽ ലീഡർ എന്ന ചോദ്യത്തോടെ വോട്ടർമാർക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, 8ാം ചോദ്യം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേശീയ രാഷ്ട്രീയ നേതാവാരെന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി എന്ന് പറയുന്നു 29.9% ആളുകൾ. രാഹുൽ ഗാന്ധിയാണെന്ന് പറയുന്നു 49.7, സീതാറാം യെച്ചൂരി എന്ന് പറയുന്നു 16.8, മമതാ ബാനർജിക്ക് അവിടെ 1.1% വോട്ടുണ്ട്. അഖിലേഷ് യാദവിന് ചാലക്കുടിയിലും വട്ടപൂജ്യമാണ്. സ്റ്റാലിൻ്റെ റേറ്റിംഗ് അവിടെ 2.5% ഉയർന്നു. ഇപ്പോൾ ഇന്നലെ മമതാ ബാനർജിക്ക് 1-2 മുട്ടകൾ കിട്ടിയെങ്കിൽ ഇന്നിപ്പോൾ അഖിലേഷ് യാദവിനാണ് 2 മണ്ഡലത്തിലും കിട്ടുന്ന വോട്ട് മുട്ട. ഓക്കെ, നമ്മൾ ഇടവേളയിലേക്ക് പോകും. ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ക്രൂഷ്യൽ ചോദ്യം അതുതന്നെയാണ്. ചാലക്കുടിക്ക് ഒരു മാറ്റമുണ്ടോ? ചാലക്കുടി ഒരു തവണ
UDFിന്റെ കോട്ട പൊളിഞ്ഞതാണ്. അവിടെ ആം ആദ്മി പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി നിന്ന് വോട്ടുകൾ പിടിച്ച് UDFിന്റെ ചോർച്ച ഉണ്ടാക്കിയ മണ്ഡലമാണ്. അവിടെ ഇക്കുറി UDFിന്റെ കോട്ട കരുത്തോടെ നിൽക്കുവോ, ബെന്നി ബെഹനാൻ വീഴുവോ, അവിടെ സി രവീന്ദ്രനാഥ് എന്ന് പറയുന്ന പ്രതിച്ഛായ ബലത്തിൽ നടക്കുന്ന സ്ഥാനാർത്ഥിയെ കൊണ്ട് CPM അതിന്റെ ലക്ഷ്യം കാണുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുടെ ഒറ്റ മറുപടിയിലേക്കാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് മറുപടിയിലേക്കും ചാലക്കുടിയിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ചാലക്കുടി കോൺഗ്രസ് കോട്ടയാണ്, ആ കോട്ടയ്ക്ക് ആട്ടമുണ്ടോ എന്ന ചോദ്യത്തിന് മുമ്പ് ഒന്നോ ചോദ്യങ്ങൾ കൂടി. 9ാം ചോദ്യം, ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ BJPക്ക് വെല്ലുവിളിയാകും എന്ന് പറയുന്നവർ 26.3% ആളുകൾ, വെല്ലുവിളിയാകില്ല എന്ന് പറയുന്നവർ 42.1% ആളുകൾ. അക്കാര്യത്തിൽ ഞങ്ങൾക്കറിയില്ല ഇന്ത്യ മുന്നണി എങ്ങനെ ഇവോൾവ് ചെയ്ത് വരും, അത് ഒരുപക്ഷെ ഇന്ത്യയെ മറിക്കാനും പാകത്തിനാകുമോ എന്ന കാര്യമൊക്കെ ഇനിയും വരും നാളുകളിൽ തെളിയേണ്ടതാണെന്ന് പറയുന്നു 31.6% ആളുകളൊക്കെ. 10ാം ചോദ്യം, രാജ്യമാര് ഭരിക്കുമെന്ന ചോദ്യത്തിന് NDA സഖ്യം ഭരിക്കുമെന്ന് പറയുന്നത് 55.9% ചാലക്കുടിയിലെ സർവേയിൽ പങ്കെടുത്ത വോട്ടർമാർ. അതല്ല, ഇന്ത്യ സഖ്യം എന്ന് പറയുന്നു 32.1% ആളുകൾ. മറ്റുള്ളവർ ഭരിക്കുമെന്ന് പറയുന്നു 1.1% ആളുകൾ. ഡോക്യുമെന്റ്സ് ഞങ്ങൾക്കറിയില്ല കേട്ടോ എന്ത് സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നു 10.9%. അവിടെ NDA സഖ്യത്തിന് അത്യാവശ്യം വലിയ 50%-ന് മുകളിൽ വോട്ട് കിട്ടുന്നു, റേറ്റിംഗ് കിട്ടുന്നു. അത് അപൂർവ മണ്ഡലങ്ങളിലാണ് അങ്ങനെ കിട്ടുന്നത്. ഓക്കെ, ഞാനൊരിക്കൽ കൂടി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ക്രൂഷ്യൽ ചോദ്യത്തിലേക്ക് പോകും മുമ്പ് ഞാനൊരിക്കൽ കൂടി പാനലിലേക്ക് പോകുന്നു. പാനൽ, ഇവിടെ ഉണ്ടാകുന്ന ചോദ്യം അത് UDFിന്റെ കോട്ടയാണ് എന്ന് പറയുമ്പോൾ പോലും ഇന്നസെന്റ് അത് മാറ്റിയ ചരിത്രം അവിടെയുണ്ട്. അതിനുശേഷം ഇന്നസെന്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബെന്നി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ്. അതുകൊണ്ട് ചാലക്കുടി ഒരു അപ്രവചനീയത സത്യത്തിലുണ്ട്. പാനൽ, ഹാഷ്മി, ചാലക്കുടി മണ്ഡലത്തിലെ വിജയ സാധ്യതയിലെ അപ്രവചനീയതയ്ക്ക് കാരണം 2020യുടെ സാന്നിധ്യമാണ്. നമുക്കറിയാം, ഈ വോട്ടറെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ചർച്ച ചെയ്യുമ്പോൾ വികസനമാണ് ചാലക്കുടിയിലെ ജനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അവരെ സ്വാധീനിക്കുന്ന ഘടകമായി തിരഞ്ഞെടുത്തിരിക്കുന്ന നമുക്കറിയാം. 2020യുടെ സാന്നിധ്യം, 2020 സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം അവിടെ ഒരു സ്പോയിലറായി, അതായത് അത് ബെന്നി ബെഹനാന്റെ വോട്ടുകൾ ചോർത്തിക്കളയുന്ന ഒരു സാന്നിധ്യമായി മാറുമോ എന്നുള്ള സംശയവും ആശങ്കയും യഥാർത്ഥത്തിൽ UDF ക്യാമ്പുകളിൽ ഉണ്ടാകേണ്ടതാണ്. ചാലക്കുടിയെ സംബന്ധിച്ച് അവിടുത്തെ വിജയ സാധ്യതയെ അപ്രവചനീയമായി മാറ്റുന്നത് 2020യുടെ സാന്നിധ്യമാണ്. ദിലീപ്, 2020യുടെ സാന്നിധ്യം എത്രത്തോളം, അതായത് അവിടെ അഡ്വക്കേറ്റ് ചാർലി പോളിന്റെ സാന്നിധ്യം എത്രത്തോളം ആരെ ബാധിക്കാനാണ് സാധ്യത? അതൊരു സ്പോയിലറായി മാറുകയാണെങ്കിൽ അത് ബെന്നി ബെഹനാന്റെ വിജയ സാധ്യത എത്രത്തോളം ബാധിക്കും? അതൊരു വലിയ ക്വസ്റ്റ്യൻ അല്ലേ ചാലക്കുടി? ഗോപി, തീർച്ചയായും അത് ഈ 2020യുടെ സാന്നിധ്യം ഒരു നിർണായക ഘടകം തന്നെയാണ്. പ്രത്യേകിച്ച് ആ മണ്ഡലത്തിൽ വരുന്ന ഏതാണ്ട് 5ഓളം പഞ്ചായത്തുകൾ 2020ആണ് ഭരിക്കുന്നത്. മാത്രമല്ല, 2 മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ പെരുമ്പാവൂരിലും കുന്നത്തുനാട്ടിലും കഴിഞ്ഞ തവണ BJPയേക്കാൾ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്ത് 2020 എത്തിയിരുന്നു. അതുമാത്രമല്ല, നമ്മൾ ഈ ചാലക്കുടിയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ 2014 തെരഞ്ഞെടുപ്പിൽ അന്ന് ഇന്നസെന്റാണ് വിജയിച്ചത്. ആ ഇന്നസെന്റ് മത്സരിച്ച് വിജയിച്ച തെരഞ്ഞെടുപ്പിൽ അന്ന് ആം ആദ്മി പാർട്ടിക്ക് അവിടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, KM നൂറുദ്ദീൻ. 35,000-ൽ പരം വോട്ടുകൾ KM നൂറുദ്ദീൻ അന്ന് പിടിച്ചിരുന്നു. ഇന്നസെന്റ് ജയിക്കുന്നതാകട്ടെ ആ തെരഞ്ഞെടുപ്പിൽ 13,000-ൽ പരം വോട്ടുകൾക്കാണ്. അത് UDF സ്ഥാനാർത്ഥിയുടെ, അതെ, PC ചാക്കോയായിരുന്നു. അന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന PC ചാക്കോയുടെ പരാജയത്തിന് ഈ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി പിടിച്ച ഈ 35,000-ൽ പരം വോട്ടുകൾ ഒരു ഘടകമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു മണ്ഡലം, അവിടെയാണ് ഇപ്പോൾ 2020 ഒരു സ്ഥാനാർത്ഥി ഇറക്കിയിരിക്കുന്നത്. മാത്രമല്ല, ബെന്നി ബെഹനാനുമായി കടുത്ത എതിർപ്പ് ഇവർക്ക് 2020ക്ക് ഉണ്ട്, CPIM-നോടുമുണ്ട്. പക്ഷേ വ്യക്തിപരമായി 2020യുടെ ഒരു പിറവിക്ക് തന്നെ കാരണമായത് ഈ എതിർപ്പും പരസ്പരമുള്ള അഭിപ്രായ ഭിന്നതയൊക്കെയാണല്ലോ. പക്ഷേ 2019 തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് 2020 കുടുംബയോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും ബെന്നി ബെഹനാനെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന് വോട്ടില്ല, പ്രതിഷേധ മാർച്ചുകൾ ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ പ്രഖ്യാപനം വന്നപ്പോഴും ബെന്നി ബെഹനാൻ വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്, ഇന്നസെന്റിനെ തോൽപ്പിച്ചത്. അതുകൊണ്ട് അത് ഏത് തരത്തിലായിരിക്കും, പക്ഷേ ഇത്തവണ 2020 അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ബെന്നി ബെഹനാനെ പരാജയപ്പെടുത്തും എന്ന ഒരു ദൃഢനിശ്ചയമാണ് അവർക്കുള്ളത്. CPIM-നോട് വിയോജിപ്പുണ്ടെങ്കിലും. പക്ഷെ അത് ഏതായാലും എങ്ങനെയായിരിക്കും അത് പ്രതിഫലിക്കുക? മറ്റൊന്ന്, എനിക്ക് തോന്നുന്നു ചാലക്കുടി മണ്ഡലത്തിലെ 2ാമത്തെ ശ്രദ്ധേയമായ ഒരു കാര്യം BJPക്കുള്ള ഒരു വോട്ട് വർധനവാണ്. അത് ഇപ്പോൾ നമ്മുടെ ഈ സർവേ ഫലത്തിൽ തന്നെ, അതായത് ഈ കേന്ദ്ര സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതിൽ ഏതാണ്ട് 50%-ലധികം പേർ ആ മണ്ഡലത്തിൽ അനുകൂലിച്ചിട്ടുണ്ട്. അത് വലിയൊരു വർധനവ്. അതായത് 2014 തെരഞ്ഞെടുപ്പിൽ നിന്ന് ഏതാണ്ട് 92,000 വോട്ടുകളാണ് അന്ന് B ഗോപാലകൃഷ്ണൻ ആ മണ്ഡലത്തിൽ നേടിയത്. അത് 8%. അവിടെ നിന്ന് 15%-ലേക്ക് 2019 AN രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയായി നിന്നപ്പോൾ അവിടെ 1.5 ലക്ഷത്തിലധികം, 1,55,000 വോട്ടുകൾ അവിടെ AN രാധാകൃഷ്ണൻ പിടിക്കുകയും ചെയ്തത്. പക്ഷേ ആ
സാഹചര്യം അന്നത്തെ ഈ ശബരിമല പ്രക്ഷോഭം അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ആ സാഹചര്യമാണോ എന്നത് ഇത്തവണ വ്യത്യസ്തമായ സ്ഥിതികളുമൊക്കെ ഉണ്ട്. പക്ഷേ നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്ന ആളുകൾ 29.9 ഒരുപക്ഷേ കൂടുതലുള്ളത് ഒരു നിർണായക ഘടകമാകും. ഈ രണ്ട് ഘടകങ്ങൾ ഇത്തവണ ചാലക്കുടിയിൽ നിർണായക ഘടകമാകുന്നതിനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ഈ 2020 സാന്നിധ്യവും, മറ്റൊന്ന് BJP എത്രത്തോളം വോട്ടുകൾ പിടിക്കും എന്നതും. വിജയകുമാർ, ഈ അഡ്വക്കേറ്റ് ചാർലി പോളിന്റെ സാന്നിധ്യം ബെന്നി ബെഹനാന് ആശങ്ക ഉണ്ടാക്കാനുള്ള ഒരു കാരണം സഭാ വോട്ടുകളുടെ കാര്യത്തിലാണ്. ചാർലി പോൾ നമുക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ പാസ്റ്ററൽ കൗൺസിൽ ജനറൽ സെക്രട്ടറി ഒക്കെയാണ്. അപ്പോൾ സഭാ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ കഴിവുള്ള പ്രാപ്തിയുള്ള കരുത്തുള്ള ആളാണ് ചാർലി പോൾ. അപ്പോൾ സ്വാഭാവികമായും ഇത് ബെന്നി ബെഹനാന്റെ ആശങ്ക ഉണ്ടാക്കും. ഒരു പക്ഷേ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണമോ ചാലക്കുടിയിലെ വിജയ സാധ്യതകളെ നമ്മൾ കാണാൻ? ചാർലി പോൾ 2020 ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘടകമായി ഞാൻ കാണുന്നത് അവിടുത്തെ യാക്കോബായ വോട്ടുകളാണ്. കുന്നത്തുനാട്, പെരുമ്പാവൂർ മണ്ഡലങ്ങളിലെ വിധി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം യാക്കോബായ വോട്ടുകളാണ്. നമുക്കറിയാം യാക്കോബായ വിഭാഗം കേരളത്തിൽ CPM-നൊപ്പം വളരെ ശക്തമായി നിലകൊള്ളുകയാണ്. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി സർക്കാർ ചർച്ച് ബില്ല് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ല. അവർക്ക് അനുകൂലമായ കോടതി ഉത്തരവുകൾ, ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ കോടതി ഉത്തരവുകൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നില്ല എന്ന പരാതി ഓർത്തഡോക്സ് സഭയ്ക്കുണ്ട്. അത് യാക്കോബായ സഭയെ സഹായിക്കാനാണ് എന്നതാണ് ഓർത്തഡോക്സ് സഭയുടെ ആരോപണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ രണ്ട് മണ്ഡലങ്ങൾ വളരെ ക്രൂഷ്യലായ കുന്നത്തുനാടും പെരുമ്പാവൂരും, അത് ആ സമുദായത്തിന് വലിയ സ്വാധീനമുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ അത്രയും കടുത്ത നിലപാടില്ലായിരുന്നു. അതുകൊണ്ട് ആ വോട്ടുകൾ പലതും UDF-ലേക്ക് പോയി. പക്ഷെ ഇത്തവണ അവരുടെ തീരുമാനം, രാഷ്ട്രീയ തീരുമാനം എടുത്താൽ അത് ഇടതുമുന്നണിക്ക് വരാവുന്ന വോട്ടുകൾ തന്നെയാണ്. കാരണം ഒരു തീരുമാനമെടുത്താൽ നടപ്പാക്കാൻ പറ്റുന്നതാണ് യാക്കോബായ വിഭാഗത്തിൻ്റെ ഒരു രീതി. ഒരു കേഡർ സ്വഭാവം ആ സഭാ നേതൃത്വത്തിനുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വോട്ട് നിർണായകമാകും. അവരത്തരം ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തുകൂടായികയില്ല. കാരണം അത്രത്തോളം ക്രൂഷ്യലാണ്. അവരുടെ പള്ളികൾ അവർക്ക് നഷ്ടപ്പെടുന്നു. ആരാധനയ്ക്ക്, ശവസംസ്കാരത്തിനൊന്നും അവസരമില്ലാത്ത തരത്തിൽ ആ വിശ്വാസ സമൂഹം പ്രതിസന്ധിയിലാണ്. സർക്കാർ അവരെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അക്കാര്യത്തിലെ നിയമനിർമ്മാണത്തിനൊക്കെ മുന്നോട്ട് പോകുമ്പോഴും അവിടെ മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ നിസ്സഹായ അവസ്ഥ സർക്കാർ ഈ സഭാ നേതൃത്വത്തെ അറിയിക്കുന്നുണ്ട്. അത് ഉൾക്കൊണ്ട് സഭാ നേതൃത്വം ഈ സർക്കാരിനൊപ്പം LDF-നൊപ്പം നിൽക്കുമോ എന്ന ചോദ്യം നിർണായകമാണ്. 2020 കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടുത്തെ ക്രൂഷ്യൽ വോട്ടുകൾ എന്ന് പറയുന്നത് യാക്കോബായ വോട്ടുകളായിരിക്കും. അല്ല വിജയൻ, ഇതിനകത്ത് ഈ വികസനം കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ മികവാണ്. പക്ഷെ നമ്മൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇതുവരെ പറഞ്ഞില്ല. രവീന്ദ്ര മാഷെ പറ്റിയിട്ട് ഇതുവരെ പറഞ്ഞില്ല. രവീന്ദ്രനാഥ് എന്ന് പറയുന്ന ആൾക്ക് ഉള്ള സ്വാധീനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്? കാരണം സ്ഥാനാർത്ഥിയുടെ മികവാണ്. അങ്ങനെ കടുത്ത ആന്റി ഇൻകുംബൻസി ഒന്നും ആ മണ്ഡലത്തിൽ നേരിടുന്നതായി നമ്മളുടെ ഒരു പരിശോധനയിൽ ഇപ്പോൾ അവിടെ നമ്മൾ ഇവിടെ രാഷ്ട്രീയം പറയാമെന്ന പരിപാടി സംഘടിപ്പിച്ച ഘട്ടത്തിലൊക്കെ UDF-ന് അനുകൂലമായ വലിയ പ്രതികരണങ്ങൾ ആ ആൾക്കൂട്ടത്തിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വിമർശനം ഉണ്ടായത് 2020 പറയാനുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പ്രധാനപ്പെട്ട മൂന്ന്, പക്ഷെ അവരെ നമ്മൾ ക്ഷണിച്ചിരുന്നു. ആ പരിപാടിയിലേക്ക് 2020 പ്രതിനിധികളെ ക്ഷണിച്ചിരുന്നു. അവരെത്തിയില്ല. മാത്രമല്ല കഴിഞ്ഞ തവണയും ഇത്തവണയും ഒരുപക്ഷെ ബെന്നി ബെഹനാന് അഡ്വാൻറ്റേജ് ആകാൻ പോകുന്ന ഏതെങ്കിലും ഒരു ഘടകമുണ്ടെങ്കിൽ അതും, അതായത് ഒരു ലോക്കൽ അടിമാലിക്കാരനാണ്, ആ മണ്ഡലത്തിലുള്ള ഒരാളാണ് എന്നൊക്കെയുള്ള ഒരു അഡ്വാൻറ്റേജ് കഴിഞ്ഞ തവണ ബെന്നി ബെഹനാൻ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ അദ്ദേഹം ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന സമയത്ത് അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ ചികിത്സയൊക്കെ ഉണ്ടായപ്പോൾ അപ്പോൾ പോലും അത് സ്ഥാനാർത്ഥി ഇല്ലാതെ നടത്തിയ ഒരു പ്രചരണമായിരുന്നു കഴിഞ്ഞ തവണ. ദിലീപ് കുമാർ പറഞ്ഞ ഒരു ഘടകം ഈ BJP വോട്ടുകൾ, അത് വളരെ ക്രൂഷ്യലാണ്. പക്ഷെ നമ്മളത് അന്തിമ ഫലം പറഞ്ഞ ശേഷം അതിൽ നടക്കാൻ സാധ്യതയുള്ള നമ്മൾക്ക് ലഭിച്ച ചില സൂചനകളുണ്ട്. അത് ഞാൻ എനിക്ക് തോന്നുന്നു അന്തിമ ഫലം വന്ന ശേഷം നമ്മുടെ സർവേ BJP വോട്ടുകളിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ചില വിവരങ്ങൾ, ചില സൂചനകൾ ആ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചു. അത് എനിക്ക് തോന്നുന്നു നമ്മളുടെ സർവേ റിസൾട്ട് വന്ന ശേഷം നമുക്ക് ഏതായാലും ഈ 2020 സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം സ്വാഭാവികമായും അതൊരു സ്പോയിലറായി മാറാൻ സാധ്യതയുണ്ട് എന്നതാണ് ചാലക്കുടി മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം 2020 അതിന്റെ രൂപീകരണത്തിന് തന്നെ വഴിവെച്ച തർക്കങ്ങൾ, ഈ കുന്നത്തുനാട്ടിലെ കിറ്റക്സിനെതിരെ ഉണ്ടായിട്ടുള്ള ആ പ്രശ്നങ്ങൾ ഉയർന്നു വന്നത്, അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾ, പിന്നീട് ഒരു രാഷ്ട്രീയ രൂപപ്പെട്ടത്, അതിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ വ്യക്തിപരമായ തലങ്ങളിലേക്ക് ഈ പ്രശ്നം കടന്നു നീങ്ങിയതിന്റെ ഫലം കൂടിയാണ് ഇവിടെ അഡ്വക്കേറ്റ് ചാർലി പോളിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള സാന്നിധ്യം. അത് ഏത് രീതിയിൽ ചാലക്കുടിയിൽ പ്രവർത്തിക്കാൻ പോകുന്നു എന്നതായിരിക്കും ചാലക്കുടിയിൽ വിധി നിർണായകമായി മാറാൻ പോകുന്നത് എന്നാണ് കരുതേണ്ടത്. 2020 കളിക്കുമോ? ചാലക്കുടിയിൽ ചാമ്പ്യൻ ആര്? 24 ഇലക്ഷൻ അഭിപ്രായ സർവേ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതുവരെയുള്ള ചോദ്യങ്ങളൊക്കെ വെറും ചോദ്യങ്ങൾ. ഇനിയാണ് ഒറിജിനൽ ചോദ്യം, യഥാർത്ഥ ചോദ്യം. ചാലക്കുടിയുടെ ചങ്കിൽ എന്താണ് എന്നാണ് ചോദ്യം. ഈ മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നതെന്ന ചോദ്യത്തിന്
ചാലക്കുടി പറയുന്നു സി രവീന്ദ്രനാഥ് 41.4% വോട്ടുകളുമായി സി രവീന്ദ്രനാഥ് ഒന്നാം സ്ഥാനത്ത്. UDFന്റെ ബെന്നി ബെഹനാൻ 39.1% വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്ത്. NDA സ്ഥാനാർത്ഥി 12.8% വോട്ടുകൾ മാത്രം പിടിച്ചു. K ഉണ്ണികൃഷ്ണൻ മൂന്നാം സ്ഥാനത്ത്. മറ്റുള്ളവർ 6.7. LDF സി രവീന്ദ്രനാഥ് 41.4% വോട്ടുകളുമായി ഒന്നാം സ്ഥാനത്ത് പറയുന്നു സർവേയിൽ പങ്കെടുത്ത വോട്ടർമാർ. UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ 39.1% വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്ത് പിന്നിലാണ് എന്ന് പറയുന്നു ചാലക്കുടി. NDA സ്ഥാനാർത്ഥി 12.8. അപ്പോ LDFന്റെ അട്ടിമറി വിജയം ചാലക്കുടിയിൽ വമ്പൻ അട്ടിമറി എന്ന സൂചനകൾ നൽകുകയാണ് സർവേ. പരമ്പരാഗത കോൺഗ്രസ് കോട്ടയെന്ന് അവകാശപ്പെടുമ്പോഴും സി രവീന്ദ്രനാഥ് എന്ന പ്രതിച്ഛായ കരുത്തിന് മുന്നിൽ ആ കോൺഗ്രസ് വേദികൾ ബെന്നി ബെഹനാൻ വിറയ്ക്കുന്നു ഇക്കുറി ചാലക്കുടിയിൽ എന്ന് തന്നെയാണ് സൂചന. ചാലക്കുടിയിൽ രാഷ്ട്രീയ അട്ടിമറി. കഴിഞ്ഞ മന്ത്രിസഭയിലെ മികച്ച വിദ്യാഭ്യാസ മന്ത്രി എന്ന് പേരെടുത്ത രവീന്ദ്രനാഥിനെ ഇറക്കി ഇടതു മുന്നേറ്റം ആവർത്തിക്കാൻ CPM പരീക്ഷണം അവിടെ വിജയിക്കുന്നു എന്ന് പറയുമ്പോഴും കഷ്ടിച്ച് 2% പോലും ഇല്ല രവീന്ദ്രനാഥിന്റെ മുൻതൂക്കം. ചർച്ച ബില്ലടക്കം ചർച്ചയാകുന്ന മണ്ഡലത്തിൽ ചാർലി പോൾ എന്നൊരു ജയന്റ് കില്ലർ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഇനിയുള്ള 16 നാളുകൾ അതിനിർണായകമാണ്. മോസ്റ്റ് ക്രൂഷ്യൽ. അവിടെ ഫൈറ്റ് ആണ്, കട്ടയ്ക്ക് കട്ട. എങ്കിൽ കൂടിയും സി രവീന്ദ്രനാഥിന് മുൻതൂക്കം. അഖിൽ സുരേഷ്, അവിടെ ബെന്നി ബെഹനാൻ വലിയ ആന്റി ഇൻകുംബൻസി അക്കാര്യത്തിലുണ്ട്. ചാർലി പോൾ പിടിക്കുന്ന വോട്ടുകൾ ബഹുഭൂരിപക്ഷം ആഘാതമാകാൻ പോകുന്ന ബെന്നിക്കാണെന്ന് വിലയിരുത്തലുണ്ടാകുന്നു. എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ സി രവീന്ദ്രനാഥിന് വെന്നിക്കൊടി എന്ന് പറയാറായോ? ദിലീപ്, എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ തവണ ബെന്നി ബെഹനാൻ വിജയിച്ചത് 1,32,000 വോട്ടുകൾക്കാണ്. ബെന്നി ബെഹനാൻ ഇത്തവണ അടിതെറ്റാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മുടെ അഭിപ്രായ സർവേ പറയുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് വേണമെങ്കിൽ അഡ്വക്കേറ്റ് ചാർലി പോളിന്റെ സാന്നിധ്യത്തെ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സഭാ വോട്ടുകളിലൊക്കെ വിള്ളലുണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായി 2020 സ്ഥാനാർത്ഥി മാറുന്നുണ്ട്. ഇതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ചാലക്കുടിയിലുണ്ടോ? നമ്മൾ ഈ അഭിപ്രായ സർവേയുടെ പശ്ചാത്തലത്തിൽ ഇത് വിലയിരുത്തുമ്പോൾ ഗോപി, ഈ ഫലസൂചന ഒരുപക്ഷെ നമ്മൾ നേരത്തെ വിലയിരുത്തിയതിനൊക്കെ ഏറെക്കുറെ അനുസൃതമായിട്ട് വരുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷേ വലിയ മാർജിൻ ഇല്ല. ഇപ്പോഴും ഇനിയും ഈ തെരഞ്ഞെടുപ്പിന് ഇനിയും ദിവസങ്ങളുണ്ട്. വിഷയങ്ങൾ മാറി മാറി വന്നേക്കാം വോട്ടർമാരെ സ്വാധീനിക്കുന്നത്. ഒരു നേരിയ വ്യത്യാസം എന്ന് നമുക്കിപ്പോൾ പറയാം. 2% വ്യത്യാസമാണ് ഇപ്പോൾ സി രവീന്ദ്രനാഥും അതോടൊപ്പം ബെന്നി ബെഹനാനും തമ്മിലുള്ളത്. ഏതായാലും അന്തിമ ഫലം എന്താകുമെന്ന് നമുക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ കാണാൻ. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ വോട്ടർമാരുടെ മനസ്സിലിരിപ്പ് നോക്കുകയാണെങ്കിൽ ഇത്തരം ഘടകങ്ങളൊക്കെ, അതായത് 2020 അവിടെ ഒരു സ്പോയിലർ ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റൊന്ന്, നേരത്തെ വിജയൻ ചൂണ്ടിക്കാട്ടിയ നിർണായകമായ ഘടകം, അതായത് യാക്കോബായ വോട്ടുകൾ ഒരുപക്ഷെ അത് സി രവീന്ദ്രനാഥിലേക്ക് പോകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതാകാം ഒരുപക്ഷെ വോട്ടർമാരുടെ മനസ്സിലിരിപ്പ് പ്രകടിപ്പിക്കുന്നതെന്നാണ് നമുക്ക് ഈ സർവേ ഫലം കാണുമ്പോൾ തോന്നുന്നത്. മറ്റൊന്ന്, സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തുന്നത് 71.5%. അത് അനുകൂലമായിട്ടുള്ളൊരു വിലയിരുത്തലായി മാറിയേക്കാം. അത് കാരണം നിർണായകമായി യാക്കോബായ വോട്ടുകൾ നിർണായകമായ ഒരു മണ്ഡലം എന്ന നിലയിൽ കൂടി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നേരത്തെ വിജയൻ ചൂണ്ടിക്കാട്ടിയതുപോലെ അവിടുത്തെ BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയുടെ വോട്ട് വിഹിതത്തിൽ കുറവുണ്ടാകുന്നു എന്നതാണ്. അതായത് കഴിഞ്ഞ തവണ അത് നേരത്തെ ക്രമാനുഗതമായി അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നതാണ് NDA. ആ NDAയുടെ വോട്ട് വിഹിതത്തിൽ കഴിഞ്ഞ തവണ 15% നേടിയെടുത്തുന്ന ഇപ്പോൾ 12.8% എന്ന നിലയിലേക്ക് NDAയുടെ വോട്ട് വിഹിതം താഴുകയാണ്. അതിൻ്റെ കാരണങ്ങളൊക്കെ വിജയകുമാർ വിശദീകരിക്കും അവിടെ മണ്ഡലത്തിൽ വിവിധ ആൾക്കാരുമായൊക്കെ സംസാരിച്ചതിന് ശേഷം. ഏതായാലും ഇതൊരു നിർണായകമായൊരു ഫലസൂചന എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഏതാണ്ട് ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം ഇപ്പോഴും പ്രകടമായി നടക്കുന്നുള്ള ഒരു മണ്ഡലമാണ് ഈ ചാലക്കുടി എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അടിയൊഴുക്കുകൾ അത് ഏത് വിധത്തിലേക്കായിരിക്കും, ഇടതുചേരിയിലേക്കായിരിക്കും എന്നാണ് നമ്മുടെ ഈ സർവേ. ശരി, ഏതായാലും വിജയൻ, ഒരു 2% ഒരു വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. ഈ 2% വ്യത്യാസം ഇത് നമുക്കറിയാം, ജനങ്ങളുടെ അഭിപ്രായമാണ്, അഭിപ്രായ സർവേ ആണ്. പക്ഷെ അങ്ങനെ ഇതിനെ നമ്മൾ ഒരു ബേസ് ലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ മറികടക്കാൻ ബെന്നി ബെഹനാന് കഴിയുമോ? പിന്നെ നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥിയുടെ വോട്ട് വിഹിതം ഈ അഭിപ്രായ സർവേ നോക്കുമ്പോൾ 12.8 വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. വിജയൻ അവിടെ ആ മേഖലയിൽ പോയിട്ടുള്ള ആളാണ്. എനിക്ക് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചാലക്കുടിയുടെ കാര്യത്തിൽ? ഇതിൽ രവീന്ദ്രനാഥിന് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം വളരെ നേരത്തെ പ്രഖ്യാപിച്ചു. സംഘടനാ സംവിധാനം വളരെ ശക്തമായി മുഴുവൻ വീടുകളിലേക്കും അല്ലെങ്കിൽ മണ്ഡലത്തിലാകെ അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്, CPMന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയ അനുകൂല ഘടകം. പിന്നെ ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണല്ലോ സി രവീന്ദ്രനാഥ്. ആ നിലയിൽ ലാളിത്യം, അദ്ദേഹം സൈക്കിളിൽ യാത്ര ചെയ്യുന്നു, ചായക്കടയിൽ സാധാരണക്കാരോടൊപ്പം ഇരുന്ന് ചായ കുടിച്ച് രാഷ്ട്രീയം പറഞ്ഞു. അങ്ങനെ ആ മണ്ഡലത്തിലേക്ക് സ്വീകാര്യതയുണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയമായും
വ്യക്തിപരമായും അത് നാട്ടുകാരിൽ ഒരാൾ എന്നൊരു ഫീൽ ഉണ്ട്. ആ മട്ടിൽ നമ്മുടെ വീട്ടിലെ ഒരാൾ എന്ന മട്ടിൽ ആളുകൾക്ക് സ്വീകാര്യതയുള്ള ഒരു മാഷ് ആണ് രവീന്ദ്രനാഥ്. അപ്പോൾ അദ്ദേഹത്തിന് ആ തരത്തിലുള്ള അനുകൂല ഘടകം അവിടെയുണ്ട്. മറ്റൊന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അവിടുത്തെ BJP വോട്ടുകൾ ചോരുന്നെങ്കിൽ അത് സി രവീന്ദ്രനാഥിലേക്ക് പോകുന്നു എന്ന്. BJP എന്ന് ഞാൻ പറയുന്നത് എന്താണ്, BJP കേഡറുകളല്ല, BJPയിലേക്ക് കഴിഞ്ഞ തവണ ശബരിമല ഉൾപ്പെടെ BJP അനുഭാവ വോട്ടുകൾ എൻ രാധാകൃഷ്ണന്റെ കടുത്ത പ്രചാരണമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം നടത്തിയ പ്രചാരണത്തിലൂടെയൊക്കെ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത വോട്ടുകളിൽ ചിലപ്പോൾ 1-2% വോട്ട് അത് മാറി അത് രവീന്ദ്രനാഥിലേക്ക് പോകും, സി രവീന്ദ്രനാഥിലേക്ക് പോകും എന്ന ഒരു വിവരം, അതൊരു അടിയൊഴുക്ക് എന്ന മട്ടിൽ തന്നെ മണ്ഡലത്തിലെ ഒരു അന്വേഷണത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഒരു തരത്തിൽ അത്ഭുതപ്പെടുത്തുന്ന കണക്ക് തന്നെയാണ്, വിവരം തന്നെയാണ്. BJP കേന്ദ്രങ്ങളിൽ BJP അങ്ങനെയാണോ വിജയം കാണേണ്ടത്, അതോ തിരിച്ചാണോ? അതായത് ശബരിമല പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോൾ പാർട്ടി CPM-ലേക്ക് പോകേണ്ട സ്ത്രീ വോട്ടുകൾ കുറെ രാധാകൃഷ്ണന് കിട്ടി, രാധാകൃഷ്ണന് കിട്ടി, അത് തിരികെ CPM-ലേക്ക് വരുന്നത് BJP സിമ്പതൈസേഴ്സിന്റെ വോട്ട് എന്ന മട്ടിൽ നമ്മൾ അതിനെ കാണുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അത്തരം വോട്ടുകൾ കൂടുതലും UDF-ലേക്കാണ് പോയിരുന്നത് പല മണ്ഡലങ്ങളിലും. കാരണം വോട്ടുകൾ ഇടതു മുന്നണിയിലേക്ക് പോകുമ്പോൾ നമ്മൾക്കൊരു രാഷ്ട്രീയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-നെ തോൽപ്പിക്കാൻ വേണ്ടി വ്യാപകമായി വോട്ടുകൾ UDF-ന് ചെയ്തിരുന്നു പല മണ്ഡലങ്ങളിലും. BJP അനുഭാവികളുണ്ട്. ഇപ്പോൾ രമ്യ ഹരിദാസിന്റെ ഭൂരിപക്ഷം അതിനൊരു ഘടകമാണ്. എന്താണ്, പാലക്കാട് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഫലം പരിശോധിച്ചാൽ ആറ്റിങ്ങിലൊക്കെ അതിൽ കുറേയൊക്കെ നമുക്ക് കാണാം. ഇവിടെ അങ്ങനെ BJPയിലേക്ക് പോയ വോട്ടുകൾ തിരികെ CPM-ലേക്ക് വരുന്നുണ്ട്, രവീന്ദ്രനാഥിന് കിട്ടുന്നുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നതെന്ന് രാഷ്ട്രീയ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ബെന്നി ബെഹനാൻ പാർലമെന്റിൽ മോദി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു, ചിലപ്പോൾ നമുക്കറിയില്ല, അതിനൊരു കൃത്യമായ ഉത്തരം നമുക്ക് ഇതുവരെയും കിട്ടിയില്ല. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അത്തരം കേന്ദ്രങ്ങളിൽ BJPയിലേക്ക് പോയ വോട്ടുകൾ സൈലന്റ് ആണ്, അത് രവീന്ദ്രനാഥിന് കിട്ടുമെന്നത് ഒരു തരത്തിലുള്ള വിലയിരുത്തലായി അവിടെ വരുന്നുണ്ട്. അതിന് രാഷ്ട്രീയ വിശദീകരണം നമുക്ക് നൽകാൻ നമ്മളുടെ കയ്യിൽ ഉത്തരവില്ല. പക്ഷേ ഞാനതാണ് പറഞ്ഞത്, നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ആ സൂചന എന്നുള്ളത്. മറ്റൊന്ന് 2020 പ്രചാരണം വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമാണ്. കാരണം BJP അനുകൂല വോട്ടുകൾ CPM-ലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ പുതിയ ഒരു പൊളിറ്റിക്കൽ കോൺടെക്സ്റ്റിൽ നമുക്ക് അതിന് വിശദീകരണം കൊടുക്കേണ്ടത് BJP കൂട്ടുകെട്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു വലിയ അത് വേറൊരു തരത്തിൽ ചിന്തിച്ചാൽ അതിനൊരു യുക്തിയുണ്ട്. അതായത് കേരളത്തിൽ കോൺഗ്രസ് തകരണം, BJPക്ക് നിലനിൽക്കാൻ എന്നത് വേറൊരു തരത്തിലുള്ള വലിയ രാഷ്ട്രീയമാണ്. ഒരു നമ്മുടെ എൻകൗണ്ടർ ചർച്ചയിൽ എസ് സുരേഷ്, BJP സംസ്ഥാന നേതാവ് എസ് സുരേഷ് വന്നൊരു ചർച്ചയിൽ പരസ്യമായി പറഞ്ഞതാണ്. എന്തുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴേക്കും അങ്ങനെ കേസെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പിടി ജയിലിലിട്ട് കോൺഗ്രസ് നേട്ടം ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പരസ്യമായി പറഞ്ഞാണ്. അപ്പോൾ സ്വാഭാവികമായും അതൊരു പൊളിറ്റിക്കൽ ലൈനാണ്. ഈ മേഖലയിൽ ഗോപാലകൃഷ്ണൻ ഒരു ചർച്ചയിൽ അത് പറഞ്ഞാണ്, അത് വിവാദമാവുകയും ചെയ്തത്. നമുക്ക് അതിന്റെ അത്രയും ഗൗരവം പൊളിറ്റിക്കൽ ലൈൻ തന്നെയാണെന്ന് തോന്നുന്നു. അതൊരു പൊളിറ്റിക്കൽ ലൈനാണ്, അതാ ഞാൻ പറഞ്ഞത്. അതിന് വിശദീകരണം നൽകാൻ നമുക്ക് പറ്റണം. 2019 ഈ CPM-ന് ലഭിച്ചുകൊണ്ടിരുന്ന ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള വലിയൊരു വിഭാഗത്തിന്റെ വോട്ട് അത് BJPയിലേക്ക് പോയത് തിരിച്ചു വരുന്ന BJPയുടെ വോട്ട് വിഹിതം പൊതുവെ വർദ്ധിക്കുകയാണ് കേരളത്തിൽ. അത് ചില മണ്ഡലങ്ങളിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു എന്ന് മാത്രമേ. അതായത് CPM അനുകൂലമായിരുന്ന സ്ത്രീ വോട്ടുകൾ കഴിഞ്ഞ തവണ ശബരിമലയുടെ പ്രത്യേക സാഹചര്യത്തിൽ അത് BJPയിലേക്ക് പോയിരുന്നു, ആ വോട്ടുകൾ തിരികെ വരുന്നു എന്ന് വിശദീകരിച്ചാൽ ആ തരത്തിലും വിശദീകരിക്കാം. BJP കുറച്ചുകൂടി കേഡർ വോട്ടുകൾ കൂടി രവീന്ദ്രനാഥിലേക്ക് പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് 1.5 ലക്ഷത്തോളം വോട്ടുണ്ടായിരുന്നതിന് അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിനൊരു കാരണം BJP പറയണം, ഒരു രാഷ്ട്രീയ കാരണം BJP പറയണം. അവിടെ NDA ഘടകകക്ഷിയായ BDJS ആണ് മത്സരിക്കുന്നത്, അവരുമായി ജെല്ലാവുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ആ വോട്ട് സൈലന്റ് ആയിട്ടില്ല, അത് പോൾ ചെയ്യുന്നുണ്ട്, അതെവിടേക്ക് പോയി എന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ 2020 പ്രചാരണം ശക്തമാണ്. കഴിഞ്ഞ ദിവസം അവർക്ക് ഇവിടെ ഈ പരിസരത്ത് അവർക്കൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ് സമയത്ത് തുടങ്ങി എന്ന് പറഞ്ഞ് ജില്ലാ അടച്ചുപൂട്ടിയതിനെതിരെ അവർ ഹൈക്കോടതിയിൽ പോയി അത് തുറന്നു. ആളുകൾക്ക് വില കുറച്ച് മരുന്ന് കൊടുക്കുന്ന ഒരു സംവിധാനം അടച്ചുപൂട്ടി. അപ്പോൾ കോടതി പറഞ്ഞു വേണ്ട, അവർ പെരുമാറ്റച്ചട്ട ലംഘനം ഒന്നും സൂചിപ്പിച്ച് അത് അടയ്ക്കേണ്ട, അത് പ്രവർത്തിക്കട്ടെ, ചട്ടം പാലിച്ച് പ്രവർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ നിലയിൽ ഈ ജനങ്ങളിലേക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ എത്തിക്കുന്ന രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി 2020 അവിടെ മാറുന്നുണ്ട്. അത് പിടിക്കുന്ന വോട്ട് തന്നെ ആയിരിക്കും അത് മാറുന്നുണ്ട്. അതേസമയം 2020യുടെ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപിത അല്ലെങ്കിൽ അപ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ബെന്നി ബെഹനാന്റെ പരാജയം കാണുക എന്നുള്ളതാണ്. തീർച്ചയായും
അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞത്. അതിനകത്ത് പക്ഷേ കുന്നത്ത് നാട്ടിൽ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന CPM-ഉമായിട്ട് ബെന്നി ബെഹനാനോടുള്ള അതേ ശത്രു ശ്രീനിജിനോടുമുണ്ട് വ്യക്തിപരമായി ഈ സംവിധാനത്തിലുണ്ട്. കിറ്റക്സിന്റെ മാലിന്യ പ്രശ്നമടക്കം പാർലമെന്റിൽ ഉന്നയിച്ച് ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ബെന്നി ബെഹനാൻ അതെ. പരാജയപ്പെടണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ? അതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് തന്നെയായിരിക്കും ഒരു സ്പോയിലർ ആകുക. നമ്മുടെ ഈ കണക്കിൽ കാശ്മീർ ആ നിലയിൽ വേണം ഇപ്പോൾ ചാലക്കുടിയിൽ നിന്ന് നമുക്ക് ഈ അഭിപ്രായ സർവേയിലൂടെ വരുന്ന ഫലങ്ങളെ കാണാൻ. പക്ഷെ നമുക്കറിയാം, നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് തിരഞ്ഞെടുപ്പിലേക്ക്. എന്തൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ തരത്തിൽ മാറി മറിയും. ബെന്നി ബെഹനാൻ അങ്ങനെ ഒരു മോശം സ്ഥാനാർത്ഥിയല്ല. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അഭിപ്രായ സർവേയിൽ പറയുന്നു ഇപ്പോൾ മുൻതൂക്കമുള്ളത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ്. എക്സാക്ട്ലി. അഡ്വക്കേറ്റ് ചാർലി പോൾ എന്ന് ഡിസൈസീവ് ഫാക്ടർ അവിടെ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ സാബുജൊക്കെ പറയുന്നത് പോലെ 20 പറയുന്ന പോലെ ഒരു അത്ര വലിയ വോട്ടുകളൊന്നും ഇല്ലെങ്കിൽ ഒരു 10-40,000 വോട്ടുകളെങ്കിലും സമാഹരിക്കാൻ കഴിവുണ്ടെങ്കിൽ, ആ സമാഹരണം ആരുടെ കീശയിൽ നിന്നാണെന്ന് അറിവുണ്ടെങ്കിൽ അത് അടക്കം സി രവീന്ദ്രനാഥിന്റെ പ്രതിച്ഛായ അടക്കം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൈക്കിളിൽ നടക്കുക, എന്താണ് ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമൊന്നും അല്ല. എങ്കിൽ കൂടിയും അത് ജനങ്ങളുമായി കണക്ട് ചെയ്യുന്നൊരു സംഗതിയാണെങ്കിൽ ഇക്കുറി ബെന്നി ബെഹനാൻ ചാലക്കുടിയിൽ തരിമ്പൊന്ന് ആശങ്കപ്പെടാനുണ്ട്. അപ്പോഴും പറയുന്നു 16 ദിവസങ്ങൾ ബാക്കിയാണ്. 16 ദിവസത്തിൽ എന്തും സംഭവിക്കാം. 16 ദിവസമല്ല, 16 മണിക്കൂർ തെരഞ്ഞെടുപ്പിൽ നിർണായകമായിരിക്കെ എന്തും സംഭവിക്കാം. ചാലക്കുടിയിൽ ഇക്കുറി ഏകപക്ഷീയ ഈസി വാക്ക് ഓവർ അല്ല, കട്ടയ്ക്ക് കട്ട, ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഓക്കെ, 24 ഇലക്ഷൻ അഭിപ്രായ സർവേ 4ാം ദിന ഫലത്തിൽ ഇതുവരെ അട്ടിമറികൾ പലതും നമ്മൾ കണ്ടു. ആലത്തൂരും ചാലക്കുടിയും ഇത്തവണ ഇടതോരം ചേരുമെന്ന് സർവേയിൽ പങ്കെടുത്ത വോട്ടർമാർ സംശയലേശമെന്നെ പറയുന്നു. അത് ഇഞ്ചോടിഞ്ചെന്ന് പറയുമ്പോൾ പോലും അപ്പോൾ ഇനിയുള്ള മണ്ഡലങ്ങളിലെ സർവേ ഫലം അറിയാൻ ആകാംക്ഷയേറുകയുമാണ്. അതിനു മുൻപ് നമുക്കിതുവരെയുള്ള ഫലം വളരെ പെട്ടെന്ന് പരിശോധിക്കാം. ഇതുവരെ നമ്മൾ പരിശോധിച്ചു 14 മണ്ഡലങ്ങൾ, 14 കോൺസ്റ്റിറ്റ്യുവൻസീസ്. സർവേയിലെ സാധ്യത ഇങ്ങനെയാണ്: UDF 8, LDF 6, NDA വട്ടപൂജ്യം. UDF 8, LDF 6, NDA വട്ടപൂജ്യം. 2 സീറ്റുകളുടെ മാത്രം വ്യത്യാസത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പ് തരാതരം അല്ലെങ്കിൽ പരാപരം എന്ന് പറയാവുന്ന തരത്തിൽ ഇഞ്ചോടിഞ്ച് ടൈറ്റ് ഫൈറ്റിന്റെ സൂചനകൾ തന്നെയാണ്. ഈ പറയുന്ന 8-ൽ, ഈ പറയുന്ന 6-ലൊക്കെ പല മണ്ഡലങ്ങളിലും ശതമാന വ്യത്യാസം 1, 1.5, 0.5% ഒക്കെയുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ ഇതൊരു അന്തിമ ഫലമെന്ന് നമ്മൾ അവകാശപ്പെടുന്നതേ ഇല്ല. എന്തും സംഭവിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ മണ്ഡലങ്ങൾ തിരിച്ച് നോക്കിയാൽ ഇങ്ങനെ: ആറ്റിങ്ങൽ LDF-നാണ്, കൊല്ലം UDF, പത്തനംതിട്ട UDF, ആലപ്പുഴ UDF, മാവേലിക്കര LDF, എറണാകുളം UDF, ചാലക്കുടി LDF, ആലത്തൂർ LDF, പൊന്നാനി UDF, മലപ്പുറം UDF, കോഴിക്കോട് UDF, വടകര LDF, കണ്ണൂർ UDF, കാസർഗോഡ് LDF. 14 മണ്ഡലങ്ങളിൽ ഇതാ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നുണ്ട്. 6 LDF, 8 UDF. NDAക്ക് ഇതുവരെ അക്കൗണ്ട് തുറക്കുക എന്നുള്ള അവരുടെ പ്രതീക്ഷ ഇതുവരെ അത് പൂർത്തീകരിക്കുന്നില്ല. ആറ്റിങ്ങൽ LDF-നാണ്, കൊല്ലം UDF-നാണ്, പത്തനംതിട്ട UDF-നാണ്, ആലപ്പുഴ UDF-നാണ്, മാവേലിക്കര LDF-നാണ്, എറണാകുളത്തിൽ മാറ്റമില്ലാതെ UDF-നാണ്, ചാലക്കുടിയിൽ മാറ്റം അത് LDF-ലേക്ക് പോകുന്നു. പൊന്നാനിക്കോട്ടയെ തന്നെ UDF-ൽ നിൽക്കുന്നു. മലപ്പുറം കോട്ട പൊളിയുന്നില്ല, UDF-ൽ തന്നെ. കോഴിക്കോട് UDF, വടകര ഷാഫി പറമ്പിൽ പരീക്ഷണമോടെ വിജയിക്കുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ LDF, കണ്ണൂർ UDF, കാസർഗോഡ് LDF. അപ്പോൾ ഇതുവരെ നമ്മൾ പരിശോധിച്ച 14 മണ്ഡലങ്ങളുടെ അന്തിമ ഫലം കാണുകയാണ്. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകർ, അപ്പോൾ ഇന്നത്തെ ബിഗ് ക്വസ്റ്റ്യൻ മറക്കരുത്. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ്.